കേരളം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മളോടൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുണ്ട്. അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ മൊത്തത്തിൽ നോക്കിക്കാണുന്നു കാര്യങ്ങളെ? എല്ലാവരും പ്രത്യേകിച്ചും മൂന്ന് മുന്നണികൾ, അതായത് NDA, അതുപോലെ LDF, UDF, ഈ മൂന്ന് മുന്നണികളും കേരളത്തിൽ ഇതിക്ക് മുമ്പൊന്നും കാണാത്ത വിധത്തിൽ അതിഗംഭീരമായ വർക്കും അഹമികയായി അവർ പ്രവർത്തന രംഗത്ത് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്ക് കാണുന്നതിൽ LDF, UDF ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാശി ജനങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ വാശിയോടുകൂടി മൂന്ന് മുന്നണികളും കാണുകയും ആ മൂന്ന് മുന്നണികളും ശക്തമായ പ്രവർത്തനം, പണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വീടാവീട് ഇറങ്ങി പോസ്റ്റർ ധരിച്ചും അതുപോലെ പ്രചരണങ്ങളുടെ പ്രചണ്ഡനം തന്നെ നടത്തിക്കൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കേരളത്തെ എമ്പാടും കാണാവുന്നത്. ആലപ്പുഴയിലും അത് തന്നെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് വിവിധ മുന്നണികളുടെ ഭാവി എന്താണ്? കാരണം UDF പറയുന്നു 2020 ആണ് അവർക്ക് കിട്ടുന്നത് 20 സീറ്റുകൾ. ആലപ്പുഴ കൂടെ അവർ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം തന്നെ NDA പറയുന്നു അവർ ഇത്തവണ അക്കൗണ്ട് തുറക്കും, ഉറപ്പായും അക്കൗണ്ട് തുറക്കുമെന്ന് അവർ പറയുന്നു. കോൺഗ്രസും മികച്ച പ്രവർത്തനം തന്നെ, അവരും LDFും ഇത്തരത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അവരും നോക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ടേമിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്? കാരണം ഇവരെല്ലാം വാശിയായിട്ട് ഇപ്പം നിൽക്കുന്നവരെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ 2020 ആകുമെന്ന് UDF പറയുന്നത് സ്വാഭാവികമായൊരു ആഗ്രഹമാണ്. കഴിഞ്ഞ പ്രാവശ്യം 19 കിട്ടിയവരാണ്. ഇവരെണ്ണം കൂടെ കിട്ടിയാൽ 20 അതിന് ശ്രമിക്കും. അതോടൊപ്പം തന്നെ 1 കിട്ടിയവർ ഇനി 19 കൂടെ കിട്ടാൻ അവർ ശ്രമിക്കും. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. പക്ഷേ വളരെ വാശിയായ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മുന്നണിയും ഇന്നത് കിട്ടും എന്ന് അല്ലെങ്കിൽ ഇന്നത് മേടിക്കുമെന്ന് പരസ്യമായി നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. വളരെ ശക്തമായ മത്സരിച്ച് നമുക്കൊരു പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ആലപ്പുഴ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ BJPയുടെ പ്രവർത്തനം വല്ല ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് അടിച്ചു കയറി മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുന്നെല്ലാം നമ്മളെല്ലാം പറഞ്ഞയച്ച ഒരാളുണ്ടല്ലോ ഇപ്പോൾ ആരിഫല്ല, അദ്ദേഹത്തിന് KC വേണുഗോപാൽ വളരെ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വേരുകളുണ്ട്, നല്ല വേരുകളുണ്ട്. ഇവിടുന്ന് പോയെങ്കിൽ തന്നെ ആ വേരുകളൊന്നും നശിക്കാതെയും ചെയ്യാതെയും ചതയാതെയും അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വേണുഗോപാലിന്റെ വരവും കോൺഗ്രസിനകത്ത് മറ്റാരേക്കാൾ നിർത്തുന്നതിനേക്കാളും വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. നേരത്തെ നിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്കറിയാം. അവരെല്ലാം നിൽക്കുന്നതിനേക്കാൾ വലിയ ഉണർവ് വേണുഗോപാൽ കൂടെ വന്നപ്പോൾ ഉണ്ടാക്കാൻ വേണുഗോപാൽ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെൻട്രലിലെ സ്വാധീനങ്ങളും പ്രാദേശികമായ സെൻട്രലിലുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായ ആലപ്പുഴയിലുള്ള എല്ലാ നേതാക്കന്മാരെയും സഹകരിച്ചും ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സ്ഥാനാർത്ഥി നോക്കി ആരിഫാണെങ്കിലും വളരെ നാളെ അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വളരെ പ്രാവശ്യം ജയിച്ചു. അതിനുശേഷം പാർലമെന്റിലേക്ക് നിന്നപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ച ഒരാളാണ് ഇടതുപക്ഷത്തിന്റെ ആരിഫ്. നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. എന്നത്തേക്കാളും വളരെ ശക്തമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അഹമികയായി ഇന്ന് ഞാൻ മുമ്പേ എന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാശിയേറിയ ഒരു മണ്ഡലമായി ഇന്ന് ആലപ്പുഴ മാറി. പണ്ട് UDFും LDFും ശക്തമായി നിന്നുവെങ്കിൽ ഇന്ന് അതിനിടയ്ക്കൊരാളും കൂടി കടന്നു കയറിയിട്ടുണ്ട്, ഒരു സ്ത്രീ കൂടെ കടന്നു കയറിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ആലപ്പുഴ ത്രികോണ മത്സരമാണെന്ന് തോന്നുന്നുണ്ടോ? നല്ലൊരു ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരം ആർക്ക് ഗുണം ചെയ്യും
എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് അതുപോലെയുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടുകൾ കുറേ ഭാഗങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രന് പോവുകയല്ലേ. ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കുറച്ച് കാണുമായിരിക്കാം. പക്ഷേ UDF നിന്നും കൂടുതൽ ശോഭാ സുരേന്ദ്രന് കിട്ടും. പക്ഷെ ഇവർ തമ്മിലുള്ളൊരു വലിയൊരു മത്സരം വരുമ്പോൾ ആര് എങ്ങനെ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആലപ്പുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം SNDP പിന്തുണയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ അങ്ങുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിന്റെ പുറത്താണ് താൻ വേട്ടയാടപ്പെടുന്നതെന്നൊക്കെയുള്ള ആരോപണമൊക്കെ പറഞ്ഞു. SNDPയുടെ പിന്തുണയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. പലരും ആചാര്യാണെന്നൊക്കെ പറയാറുണ്ട്. ആചാര്യ എന്നല്ല, ശോഭ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. എനിക്കാണെങ്കിൽ 10-20 കൊല്ലമായിട്ട് നല്ലപോലെ അറിയാം. ശോഭ നല്ല ഒരു സംഘാടകയാണ്, നല്ലൊരു പ്രാസംഗികയാണ്. അപ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ട് പലരും എതിർക്കുന്നുവെങ്കിൽ അത് ശോഭയ്ക്ക് തീരെ ഗുണം ചെയ്യുകയുള്ളൂ, ദോഷം ചെയ്യല്ല. കാരണം ഞാൻ എൻ്റെ പേര് പറഞ്ഞ് ശോഭയ്ക്ക് എവിടെയെങ്കിലും ചെന്നാൽ ആട്ടി ഓടിക്കുക. അങ്ങനെ ഒരു ദുഷ്ടത്തരം അല്ലെങ്കിൽ വഞ്ചനയും അല്ലെങ്കിൽ നന്ദികളും ഞാനിവിടെയുള്ള ജനങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശോഭയ്ക്ക് എൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത് ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ഈ സമുദായം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ സമുദായം എന്തെങ്കിലും ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും തീരുമാനം SNDP? ഈ സാധാരണഗതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും പറയാറില്ല. ഈ നമ്മുടെ ത്രിതല പഞ്ചായത്ത് വരിക അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും സ്വകാര്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ സാധാരണ പറയാറില്ല. അതിൻ്റെ പ്രധാന കാരണം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, LDF ജയിച്ചാലും അതോടൊപ്പം തന്നെ UDF ജയിച്ചാലും അവരൊന്നിച്ച് അവിടെ ഒന്നായിട്ടാണ് ചെല്ലുന്നത്, ഇവിടെ പാർലമെന്റിൽ. പിന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉള്ള പാറ്റേണും അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള പാറ്റേണിങ് വോട്ടിംഗ് പാറ്റേണിൽ ജനങ്ങൾ വ്യത്യസ്തമായിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കോ കൊടുക്കണമെന്നോ പറഞ്ഞുകൊണ്ട് SNDP യോഗം പണ്ട് ഇന്നും അങ്ങനെ തീരുമാനം എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം SNDP യോഗത്തിനകത്ത് എല്ലാ ജാതി രാഷ്ട്രീയത്തിൽപ്പെട്ട ചിന്തയുള്ളവരും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് ഇല്ലാത്തതുകൊണ്ട് സമുദായം ഇന്നവർക്ക് കൊടുക്കണമെന്നോ ഇന്നവർക്ക് കൊടുക്കരുതെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇതിനകത്ത് എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും ഉള്ള ഒരു സമുദായ സംഘടനയാണ് SNDP യോഗം. അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ പറയാതെ ഓരോ രാഷ്ട്രീയക്കാരും അവരുടെ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ. അങ്ങനെ മറിച്ചൊരു തീരുമാനം എടുക്കണമെന്നുള്ള ചിന്ത കൗൺസിലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് ആരിൽ നിന്നും ഒരഭിപ്രായം ഊരിത്തിരിഞ്ഞ് പറഞ്ഞിട്ടുമില്ല നാളിതുവരെ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇനിയും മോദി സർക്കാർ തന്നെ തിരിച്ചു വരുമെന്നാണോ SNDP അല്ലെങ്കിൽ താങ്കൾ വിചാരിക്കുന്നത്? അതിപ്പോൾ ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ആ മുന്നണിയായാലും തിരക്കില്ല. എല്ലാവരും തന്നെ മോദി ഗവൺമെന്റ് ഇനിയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള മോദിക്ക് 400 വേണമെന്നാണ്. 400 മറ്റുള്ളവർ പറയുന്നത് 300 കിട്ടുള്ളൂ. 400-ഉം 300-ഉം തമ്മിലുള്ള തർക്കമുള്ളൂ. അതിൽ മോദി അടുത്ത ടൈമിലും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അതിലേക്ക് പോകാതെ മോദി ഇനിയും 3ാം തവണയും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട ഭരണമെന്ന് വിലയിരുത്തുന്നുണ്ടോ? മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടാണല്ലോ ഈ ആളുകൾ വോട്ട് ചെയ്ത് MP-മാർ തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ മോശപ്പെട്ട ഭരണമായിരുന്നുവെങ്കിൽ ഈ ആളുകളെല്ലാം വോട്ട് ചെയ്യുക. അപ്പോൾ വോട്ട് ചെയ്തവരെല്ലാം നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തത് അവരുടെ ആ വികാരമാണ്. ജനങ്ങൾ വോട്ട് കൊടുത്ത ആ വികാരമാണ്. ആ വികാരം കാണാതെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു മോശമല്ലേ? നമ്മൾ സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്ന് അത് ജനവികാരമാണ്.
ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവരുടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൻ ഡി എക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണം ചെയ്യും? ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം വന്നു, CA പോലുള്ള കാര്യങ്ങൾ വന്നു, പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഗുണവും ദോഷവുമായി വരുമെന്നാണ് കരുതുന്നത്? കാരണം ഇതെല്ലാം അവർക്ക് ഗുണകരമായിട്ടില്ല. അയോധ്യ പ്രശ്നങ്ങളെല്ലാം വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കാനും, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അറിയാലോ, നമ്മളെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാർ വിളിച്ചിട്ട് സന്ധ്യാനാമം, രാമനാമം ജപിക്കാനല്ലേ പറയണത്. ആ രാമനെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിനും സാധിക്കുന്ന കാര്യമാണോ? പിന്നെ നമ്മൾ വലിയ ദേശീയതയും ആദർശവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ വല്ലതും വേണമെങ്കിൽ പറയാം ഞങ്ങൾ രാമനാരും അല്ലെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലെല്ലാം രാമൻ കിടപ്പുണ്ട്. അതുകൊണ്ട് രാമനാമം ജപിക്കുക, ആ രാമനെ പ്രചരിപ്പിക്കുക, ആ ആശയം പ്രചരിപ്പിച്ചപ്പോൾ ആ രാമക്ഷേത്രത്തിലൂടെ ഒരു ഹിന്ദു വിഭാഗത്തിന് വളരെ കൺസോൾട്ടേഷനും അത് BJPക്ക് അനുകൂലമായ ഒരു തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ. അത് യാതൊരു സംശയമില്ല. അതിനെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? ഉള്ളത് പറയുകയല്ലേ നല്ലത്. പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്? പൗരത്വ ഭേദഗതി, ഈ പൗരത്വ ഭേദഗതി വെച്ചാൽ ഈ സ്വദേശ, അതിനെപ്പറ്റി പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നും നടത്തുന്നതുകൊണ്ട് ദോഷമില്ലെന്നും പരസ്പരം പലതും പറയുന്നുണ്ട്. ആ ഭേദഗതിയുടെ അന്തസത്ത ഞാൻ വേണ്ടത്ര പഠിച്ചിട്ടില്ല. അത് വിദേശികൾക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിന് പാകിസ്ഥാൻകാർക്കും ബംഗാളുകാർക്കും ഇവിടെ കയറി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വോട്ട് കൊണ്ട് ഹൈജാക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരു നിയമമാണ് അതെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് എതിർക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഇന്ത്യയിൽ ഉള്ള പൗരന്മാരുടെ പൗരത്വത്തെപ്പറ്റി ആരും ആക്ഷേപിക്കുന്നില്ല, അതിനാരും എതിർക്കുന്നില്ല. ഈ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റം വരുത്തുമെങ്കിൽ അത് കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ അത്തരം പ്രതിഫലിക്കരുത്, എന്നാലും ചെറുതായി പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഈശ്വരവിശ്വാസത്തിന്റെ പേര് നോക്കിയാൽ വടക്കേ ഇന്ത്യയിൽ ഈശ്വരവിശ്വാസം നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. രാമനായാലും കൃഷ്ണനായാലും അതുപോലെ ഗോക്കളായാലും പശുക്കളെ ദൈവമായിട്ടല്ല ഇവിടെ കാണുന്നത്, നമ്മളിവിടെ ദൈവമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഈ ആത്മീയപരമായ ചിന്ത അല്ലെങ്കിൽ ഈശ്വര വിചാരം ഇന്നത്തേക്കാളും മറ്റേ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വടക്കേ ഇന്ത്യ. അത്തരം തെക്കേ ഇന്ത്യയില്ല. ആ തെക്കേ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത്തരം വികാരം ഇല്ലാത്തത്. എന്നാൽ തന്നെ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ഒരു ആത്മീയമായ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിൻ്റെ ആ പേരിൽ രാമനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് രാമക്ഷേത്രത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അത് അതിന് കവിഞ്ഞുള്ള ഒരു സ്വയം നശിച്ചുകൊണ്ടുള്ളൊരു സ്നേഹമല്ല. അത് ഹൃദയത്തിൽ നിന്നുള്ള ഈശ്വരവിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ആ സ്നേഹവും അർപ്പണ മനോഭാവവും നമ്മുടെ കേരളത്തിലുള്ളവർക്കുണ്ട്. അത് മുഴുവൻ ആ പേര് വെച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കൊക്കെ നോക്കുമെന്ന് ചോദിച്ചാൽ അത് മുഴുവനായി സാധിക്കില്ല. കുറേയൊക്കെ BJPക്ക് സാധിച്ചിട്ടുണ്ട് താനും. ഈ തൃശ്ശൂർ BJPയുടെ ഒരു A-class മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിന്റെ മത്സരത്തെ എങ്ങനെയാണ് നോക്കുന്നത്? അവിടെ എത്രമാത്രം വിജയ സാധ്യതയുണ്ട്? ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ഹൈപ്പ് അത് ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വരെ സംശയം ഉണ്ടെന്നാണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം നല്ലതുണ്ടായിരുന്നു, ഇപ്പം അത്ര ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലേ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം, വിമർശനങ്ങളും വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഈ ഇലക്ഷൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ ഇതെല്ലാം പെട്ടിയായ ശേഷം ചോദിച്ചാൽ ഞാൻ ഓരോരുത്തരെ പറ്റിയും വ്യക്തമായും പറയാം. പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പും എണ്ണുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞാൽ അതൊരു മറ്റു പലർക്കും വളരെ പ്രയാസങ്ങളുണ്ടാക്കും. അപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലർക്കും ഇഷ്ടക്കുറവ് വരും. നമ്മൾ ഈ സന്ദർഭത്തിൽ കുറെ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. തുഷാരേട്ടന്റെ പ്രചരണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് കോട്ടയം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ? ഞാൻ പോയിട്ടില്ലായിരുന്നു. കോട്ടയം എന്തുകൊണ്ടും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാണുന്നത് കൈപ്പത്തിക്കാരന് വോട്ട് ചെയ്യാൻ കൈപ്പത്തി അവിടെ ഇല്ല. താമരയ്ക്ക് കുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് താമരയില്ല. അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ കുത്തണമെന്ന് പറഞ്ഞവർക്ക് അതില്ല. രണ്ടിലയാണ് അവിടെ ഉള്ളത്. പിന്നെ ഓട്ടോറിക്ഷയാണ്. ഇത് രണ്ടും ആളുകൾക്ക് ഒരു പരിചയമില്ലാത്ത സാധനമല്ല. അപ്പോൾ ഇന്ന് പൊതുവായി സ്വീകരിക്കാവുന്ന ഒരു കുടമാണ്. അതുകൊണ്ട് ആ കുടത്തെ കുത്താനുള്ള താല്പര്യം ഈ പറയുന്ന അരുവാൾ ചുറ്റി നക്ഷത്രത്തിലുള്ളവർക്കായാലും
താമരക്കാർക്കായാലും കൈപ്പത്തിക്കാർക്കായാലും ഒരു ആവേശകരമായ ഒരാഗ്രഹം കടന്നു കീഴിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു അടിയൊഴുക്ക് കൂടെ അവിടെ നടക്കുന്നുണ്ട്. മറ്റടിയൊഴുക്കൊന്നുമില്ല, ഈ ചണ്ടല എന്ന് പറയുന്നത് ഒരിക്കലും കടന്നുകൂടരുതെന്ന് ഒരാഗ്രഹം കടന്നുകൂടണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ PJ ജോസഫിനെ ഒരു ജനപ്രിയനല്ലാത്ത അല്ലെങ്കിൽ ജനപ്രാതിനിധ്യമില്ലാത്ത ജനങ്ങളിലെ അടി ജനങ്ങളില്ലാത്ത അവർ കോൺഗ്രസ് ഇരിക്കേണ്ട സീറ്റാണ് എടുത്തത്. അതുകൊണ്ട് അവരങ്ങനെ കടന്നു പോകണ്ട എന്ന് കണക്കാക്കി അതിനകത്ത് വലിയ അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ രണ്ടില പോക്കാണ്. ആ രണ്ടില പോകാതിരിക്കണമെങ്കിൽ PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളിനെ തോപ്പിക്കുമ്പോൾ രണ്ടാണ് അനുഗുണം. ആ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വോട്ട് നേരെ രണ്ടിലേക്ക് കൊടുക്കുമ്പോൾ മാണി സാറിന്റെ ഗ്രൂപ്പിലുള്ള ആൾ ജയിക്കുകയും ഈ ആൾ തോക്കുകയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ PJ ജോസഫ് ഈ അവകാശം പറഞ്ഞ് ഈ സീറ്റിന് വരാതിരിക്കുകയും കോൺഗ്രസിന് ആ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ചാണക്യ സൂത്രം ഇന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ അടിയൊഴുക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് വോട്ട് മറിക്കുമെന്നാണ്. അതെ, കോൺഗ്രസ് വോട്ട് മറിച്ച് രണ്ടിലേക്ക് കൊടുത്ത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായ ജോസഫ് ഗ്രൂപ്പിന്റെ ആള് തോൽപ്പിച്ചിരിക്കും. ഇപ്പോൾ സർക്കാർ വിരുദ്ധതയുണ്ടോ സാർ? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതായത് ഒരുപാട് കേസുകൾ വന്നു, ഒരുപാട് വിവാദങ്ങൾ വന്നു, ആലപ്പുഴയിൽ കരിമണ്ണടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തു. ഈ സർക്കാർ വിരുദ്ധത ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടോ? എന്താ ഒരു സാഹചര്യം? സർക്കാർ വിരുദ്ധത വളരെയുണ്ട്. പക്ഷെ ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ഇതുപോലെ സർക്കാർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഒന്നാമതിന് ശബരിമല ഇഷ്യൂ, പട്ടിണി, ശമ്പളമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നപ്പോൾ പോലും വോട്ട് വന്നപ്പോൾ ആര് ജയിച്ച് വാരിക്കൊണ്ട് ഇടതുപക്ഷം പോയി. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ത്രികോണ മത്സരത്തിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന്റെ വോട്ട് അത് നല്ല കല്ലേക്കീറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇവിടെ പ്രയാസങ്ങളുണ്ട്. പെൻഷൻ കിട്ടാത്ത കിറ്റ് കൊടുക്കുമായിരുന്നു, അതില്ല. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ആകെ കൊടുത്തിരുന്ന പെൻഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറച്ച് കൊടുത്തു എന്ന് തോന്നുന്നു. ആ പെൻഷനും കിറ്റുമൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഒരു വലിയൊരു വികാരപരമായ ഒരാഗ്രഹവും അത് ഗവൺമെൻറ്റിന് അനുകൂലവുമായിരുന്നു. പക്ഷെ അത് നിൽക്കുമ്പോൾ പോലും LDFൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് എന്ത് പ്രലോഭനങ്ങളോ എന്ത് ആക്രമണമോ പ്രത്യാക്രമണങ്ങളോ ഉണ്ടായാൽ പോലും അതെന്നും ഉറച്ചു നിൽക്കുന്ന ആ ഒരു വോട്ടാണ്. ആ വോട്ട് എപ്പോഴും ഇടതുപക്ഷം കൃത്യമായി പട്ടികയിൽ വരും. പക്ഷെ നിഷ്പക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഈ സർക്കാർ വിരുദ്ധത തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? നിഷ്പക്ഷ വോട്ട് എന്ന് പറഞ്ഞാൽ ആ നിഷ്പക്ഷ വോട്ടുകൾ പലതായിട്ട് പോകുമല്ലോ. കുറേ എണ്ണം UDFന് പോകും, കുറേ എണ്ണം NDAക്ക് പോകും. പക്ഷേ മറ്റൊന്നിച്ച് നിൽക്കുന്നു. പക്ഷേ നിങ്ങളൊന്ന് പറഞ്ഞ ശരിയാണ്, പഴയ ഒരു തൊഴിലും പലയിടത്തും ഒരു ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ ചിലതെല്ലാം ചില സ്ഥാനാർത്ഥി നിർണയത്തിലും പറയാൻ പാടില്ലെങ്കിലും പറഞ്ഞു പോകുന്നു. നിർണയത്തിലും ചെറിയ അപാകതയിൽ ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ചില തകരാറ് കൊണ്ട് അല്ലാതെ സീറ്റ് ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സീറ്റ് നേടാൻ ഇടതുപക്ഷത്തിന് ഈ പാർലമെന്റ് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ ഒന്നിലധികം സീറ്റെങ്കിൽ കിട്ടിയാൽ പോലും അത് സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള വിലയിരുത്തലായി മാറുമോ? അതോ അതങ്ങനെയാണോ കരുതുന്നത്? എന്താ സർക്കാരിനെ വിലയിരുത്തുന്നതായിരിക്കും വോട്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാവരും കണക്കാക്കുന്നത് അങ്ങനെയാണല്ലോ. സർക്കാരിനെ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിനെ ആശ്രയിച്ചാണെന്നാണ് വില പറച്ചില്. എങ്ങനെ കണക്ക് കൂട്ടിയാലും വില ഇരുത്തലായാലും വില കടത്തലായാലും എന്തുണ്ടായാലും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അല്പം കൂടെ സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കും. ഏതാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല.
ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായ അപാകതകളെ സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ സാറിനെ കണ്ടിരുന്നു. അതുപോലെ തന്നെ MP ഗോവിന്ദ മാസ്റ്റർ ഇവിടെ വന്നിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും പരസ്പരം ചർച്ച ചെയ്യും. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന അപാകതകളൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതായത് തോന്നലുകൾ എന്തൊക്കെയാണെന്നുള്ളതും നേരത്തെ സൂചിപ്പിച്ചല്ലോ ചില ഇടത്തിൽ ഇടതുപക്ഷത്തിന് പാളിയുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചോളം കണ്ടപ്പോൾ എനിക്ക് പറയാവുന്ന പല കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയ നിഷ്പക്ഷമായി എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം സംഘടനാപരമായിട്ടുള്ളതും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം, ഇത് മാത്രമല്ല സംഘടനാപരമായ കാര്യങ്ങളിലും എല്ലാം തന്നെ എനിക്ക് തോന്നിയ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എനിക്ക് തോന്നിയതെല്ലാം രണ്ടു കൂട്ടരോട് ഞാൻ പറയുണ്ടായിട്ടുണ്ട്. SNDP യോഗത്തിന്റെ ഒരു നിഷ്പക്ഷ നിലപാടാണ് എന്നുള്ളത് വന്ന നേതാക്കന്മാരോടെല്ലാം വിവിധ മുന്നണികളുടെ നേതാക്കന്മാരെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഉണ്ട്. SNDP യോഗം പ്രത്യേകിച്ച് ആർക്കും വേണ്ടി പരസ്യമായ ഒരു പ്രസ്താവനയായിട്ട് ഇറങ്ങില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ തന്നെ ഞങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്താൽ അത് റിവേഴ്സ് എഫക്റ്റും കൂടെ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആർക്കും ഒരു പിൻബലം കൊടുക്കാതെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസമനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലിരിപ്പെന്നുള്ള തുറന്ന അവരോടെല്ലാം പറയും. അത് നല്ല അഭിപ്രായമാണ് എന്നുള്ളതാണ് അവരിൽ നിന്നല്ല എനിക്ക് എല്ലാ പാർട്ടിയിൽ നിന്നും കിട്ടിയത് അങ്ങനെയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നപ്പോഴും അവരും ഇത് തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നു കാണുന്നു പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു സാധനം ചേർത്തല മേഖലകളിലൊക്കെ ചർച്ചയായത് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് പാർട്ടിയുടെ ഓഫീസ് BJPയുടെ ഓഫീസ് പ്രീതി നടേശൻ ആണ് അത് തിരുകുളത്ത് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ പ്രീതി ചേച്ചി സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ രാഷ്ട്രീയ പരിപാടികളിലൊന്നും അങ്ങനെ കാണുകയേ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്? സത്യം പറഞ്ഞാൽ ഞാനും നേരെ പറഞ്ഞാൽ അറിഞ്ഞില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല, ഞാനൊട്ട് അറിഞ്ഞിട്ടുമില്ല. കാരണം നേരെ പോലെ ഞാൻ പറയാണ്. അതുപോലെ സമർത്ഥിച്ചിട്ട് ആരുടെയും റിറ്റ് മേടിക്കാനോ അതല്ലെങ്കിൽ ആരുടെയും ഭയന്നിട്ടോ അല്ല പറയുന്നത്. അവര് നേരത്തെ തന്നെ ഒരു മോദി ഭക്തയാണ്. പിന്നെ അവരൊരു ഓഫീസ് NDAയുടെ ഓഫീസ് ഉദ്ഘാടനം BJPയുടെ അല്ല NDAയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അത് അവിടുത്തെ ഞങ്ങളുടെ ചേർത്തല യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കുന്ന ഒരു ഓഡിറ്ററുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പോയതാണ്. അങ്ങനെ പോയി അവിടെ ചെന്ന് പ്രസംഗിച്ച് അത് വൈറലായെന്നാണ് പറയണത്. അത് വിശേഷിച്ച വീഡിയോകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ NDAയുടെ BJPയുടെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയുടെ ആണല്ലോ ഇവിടുത്തെ പ്രചരണം. അപ്പൊ അങ്ങനെ അതൊരു പക്ഷേ അതൊരു രാഷ്ട്രീയ നിലപാടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ ഒന്നുമില്ല. അത് അവരുടെ ആരാ ക്ഷണിച്ചത്? ചേർത്തല യൂണിയൻ വഴിയാണല്ലേ? ചേർത്തല യൂണിയൻ വഴിയല്ല, ചേർത്തലയിൽ നിൽക്കുന്ന നമ്മുടെ BDJSന്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം വിളിച്ചോണ്ട് പോയതാണ്. അദ്ദേഹം വിളിച്ചോണ്ട് പോയിട്ട് NDAയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം ഞാനും അറിഞ്ഞില്ല. ഇത് വൈറലായി പ്രസംഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് അവിടെ പോയി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ആളാണ് വിളിച്ച് ഞാനവിടെ പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം, എനിക്ക് എൻ്റേതായ അഭിപ്രായം. പലപ്പോഴും ഞങ്ങളുടെ തമ്മിലുള്ള അഭിപ്രായം രാഷ്ട്രീയപരമായ അഭിപ്രായത്തിൽ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വിയോജിപ്പും ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ വഴിക്ക്, അവരവരുടെ വഴിക്ക്, മകൻ അവന്റെ വഴി. എല്ലാവർക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. എല്ലാവർക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ സ്വഭാവമാണ്. നമ്മൾ താമ്പറ്റ മക്കളും തന്നോളമായ താനെന്ന് വിളിക്കണമെന്നാണ്. അവരവർ അഭിപ്രായം കയറി കഴിഞ്ഞാൽ അതിനിടക്ക് അതാണല്ലേ ശരി, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേൽപ്പിക്കല്ല. അവരവരുടെ വഴിക്ക് പോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോകും. അച്ഛനും അമ്മയും കോട്ടയത്തേക്ക് പോയിട്ടില്ല? ഞാൻ പോയിട്ടില്ല. അമ്മയ്ക്ക് പോകണമെന്ന് ആഗ്രഹമില്ലേ? അമ്മ പോകുന്നുണ്ട്, ഇടക്കിടക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പം ഒരു ഇന്ത്യ സഖ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഇടപെടൽ ഇപ്പൊ പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിലൊന്നും അവർ വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്തില്ല, മൗനം പാലിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ അവരുടെ ഒരു ഇടപെടൽ വേണ്ട രീതിയിൽ ഉണ്ടാവും? മുഖ്യമന്ത്രി നരേന്ദ്രമോദിനെ ചീത്ത പറയുന്നില്ലെന്നുള്ള ആളെ ഈ ആക്ഷേപം പറയുന്നത് പ്രധാനമായിട്ടല്ലേ. രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നു, അതിന് അത്രമാത്രം നരേന്ദ്രമോദിയെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞാണ് രാഹുലിനെ കോർണർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ആ ശൈലിയും മുഖ്യമന്ത്രിയായപ്പോൾ ഉള്ള ശൈലിയും രണ്ടും രണ്ടാണ്. ഞാൻ വളരെ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ കാര്യമായി സൂക്ഷിക്കുന്നതാണ്.
പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറയുന്ന പറച്ചിലും മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോഴുള്ള പറച്ചിലും രണ്ടും രണ്ടാണ്. അദ്ദേഹം കൂടെ ഭരണം നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിലെ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, സാധിച്ചരാം, നമുക്ക് ഒന്നിച്ചു പോകാമെന്നൊക്കെ ആദ്യം കൈ കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ല. കാരണം കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രതിപക്ഷത്ത് നിൽക്കുന്ന വെട്ടാൻ മാത്രം വെട്ടിയ സമയം വെട്ടിക്കൊണ്ടിരുന്നാൽ കേരളത്തിന് കിട്ടുന്ന ആനുകൂല്യം തരേണ്ട കേന്ദ്ര ഗവൺമെന്റ് തരുമോ? അദ്ദേഹം ഒരു രാഷ്ട്രീയ അടവ് നയം പ്രയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പോരെങ്കിൽ ഇവിടെ എന്ത് വരുമാനമുണ്ട്? ഇത് കർണാടക മറ്റ് സംസ്ഥാനം പോലെയല്ല. ഇവിടെ കാര്യമായി വരുമാനമില്ലാത്ത ഈ സംസ്ഥാനത്ത് പല പദ്ധതികൾ കൊണ്ടുവരാനും സാമ്പത്തിക സഹായം കിട്ടാനും എല്ലാം കേന്ദ്രത്തിൻ്റെ സഹായവും സഹകരണവും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ ഭരണം കൊണ്ടുപോകാൻ വളരെ സാമ്പത്തികമായി വിഷമിക്കുന്നുള്ള ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ഒരു റേഞ്ച് അനുസരിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ സാധാരണ ഒരു പാർട്ടി സെക്രട്ടറി പറയുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കില്ല. അത് എം വി ഗോവിന്ദൻ മാഷിക്ക് പറയാം, അത് പിണറായിക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തർക്കും ഓരോ റാങ്കും ലെവലും ഉണ്ട്. അപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് ഇനി ചില പരിമിതികളുണ്ട്. അത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പലരും അവരാഗ്രഹിക്കുന്ന പോലെ വാളുമായിട്ട് ചെന്ന് നരേന്ദ്രമോദിനെ വെള്ളരിക്കിട്ട് വെട്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയും ശക്തിയും ഒരു നയവും അടവ് നയവും കൂടെ ആണെന്ന് പറയുകയായിരിക്കും നല്ലത്. അത് ഒരു മുഖ്യമന്ത്രി നിലയിൽ കേരള ഭരണത്തിൻ്റെ സുതാര്യതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഉള്ള ഒരു ഉള്ള നടപടി അല്ലെങ്കിൽ നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു സ്വഭാവ പ്രവർത്തനം ആണ് അദ്ദേഹം നടത്തുന്നത്. അവസാനമായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഈ അരവിന്ദ് കെജ്രിവാളിലേക്ക് അറസ്റ്റൊക്കെ വന്നപ്പോൾ മറ്റ് ചെറിയ പാർട്ടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരുമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്? ഇന്ത്യ സഖ്യത്തിന് ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഒന്നുമില്ലാതെ എല്ലാം തമ്മിൽ തല്ലി കിടക്കുകയായിരുന്നല്ലോ. ആ സഖ്യം കൊണ്ട് കുറച്ചൊക്കെ നേട്ടം ഉണ്ടാക്കാനൊക്കെങ്കിലും ഇന്ത്യ ഭരിക്കാനുള്ള നേട്ടം അവർക്ക് ഉണ്ടാക്കാനുള്ളത്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഇന്ത്യ സഖ്യത്തിൽ ആദ്യം ഉണ്ട്. പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഉണ്ടോ? മമതാ ബാനർജി. അങ്ങനെ പലരും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾ പലതും അവരിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞൊരു സഖ്യം ഉണ്ടെന്ന് നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ആ സഖ്യം ഒരു പൂർണ്ണ രൂപത്തിൽ ഇന്നൊരു സഖ്യം ഇന്ത്യയിൽ നിലനിൽപ്പില്ല. അപ്പോൾ എന്നാൽ തന്നെ ഉള്ളവർ തമ്മിൽ കുറേ എല്ലാം ഈ സഖ്യം പറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ പോലും ആ സഖ്യത്തിൻ്റെതായ ചെറിയ ഗുണങ്ങൾ അവർക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം എങ്ങനെയായിരിക്കും? തിരുവനന്തപുരം നല്ല വാശിയാണ്. അഹമികായി ഞാൻ മുമ്പേ അവിടെ നിന്ന് മത്സരിക്കുന്ന പന്നിയൻ്റെ അദ്ദേഹം പഴയ ഒരാളാണ്. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പഴക്കം കൊണ്ട് അവിടുന്ന് പ്രതിനിധീകരിച്ച് പണ്ടേ പോയിട്ടുള്ള ആളാണ് നമ്മുടെ തരൂര്. അദ്ദേഹത്തിന് ആ നാടും നഗരവും ആളെല്ലാം നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പേരുണ്ട് അവിടെ. അദ്ദേഹം നല്ലപോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരാളെത്തി കഴിഞ്ഞു. അദ്ദേഹമാണെന്നുണ്ട് ചന്ദ്രശേഖർ. അദ്ദേഹം വന്നപ്പോൾ വേറൊരു മുഖം അവിടെ ഉണ്ടായി. കാരണം രണ്ടുപേരും പോയാലും ഒരു പ്രയോജനമില്ല. ചന്ദ്രശേഖരൻ പോയാലേ ഇവിടെ തിരുവനന്തപുരത്തിന് വല്ല ഗുണമുള്ളൂ. ഇവരൊക്കെ പോയാലും പണ്ടിരുന്നപ്പോഴും പോലും ഒരു ഗുണം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം വന്നപ്പോൾ ചന്ദ്രശേഖരനും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അവിടെ വലിയ മത്സരം ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോഴും അല്ലേ എല്ലാം. അതെ. ഇനി ഈ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, എവിടെ കൊണ്ടൊക്കെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എല്ലാ കാലത്തും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇത്തവണയും കൃത്യമായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും SNDP യോഗത്തിന് ഒരു നിലപാട്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു പിന്തുണയില്ല, മറിച്ച് നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കാനായി പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.